റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ വരാനിരിക്കുന്ന ഇന്ത്യ സന്ദർശനം ആഗോള ശ്രദ്ധ നേടുന്ന ഒരു സുപ്രധാന നയതന്ത്ര നീക്കമാണ്. ഈ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ വ്യോമസേനയുടെ ആധുനികവൽക്കരണത്തിൽ നിർണായക വഴിത്തിരിവായേക്കാം. ചർച്ചകളിൽ പ്രധാനമായും ഉയരുന്നത് റഷ്യയുടെ അത്യാധുനിക 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ സുഖോയ് Su-57E ഇന്ത്യ സ്വന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഇത് കേവലം ഒരു ആയുധ ഇടപാട് എന്നതിലുപരി ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ഉൽപാദന മേഖലയ്ക്ക് പുത്തനുണർവ് നൽകാൻ കെൽപ്പുള്ള ഒന്നായി മാറിയേക്കാം. റഷ്യയുടെ പ്രമുഖ വ്യോമയാന നിർമ്മാതാക്കളായ സുഖോയ് വികസിപ്പിച്ചെടുത്ത Su-57E ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനിക യുദ്ധവിമാനങ്ങളുടെ നിരയിൽ മുൻപന്തിയിലാണ്. ഫെലോൺ എന്നറിയപ്പെടുന്ന ഈ ഇരട്ട എഞ്ചിൻ പോർവിമാനം 2010 ആദ്യമായി പരീക്ഷിക്കപ്പെടുകയും 2020 റഷ്യൻ വ്യോമസേനയുടെ ഭാഗമാവുകയും ചെയ്തു. ഇതിന്റെ പ്രധാന സവിശേഷതകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും. Su-57E ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ശത്രുവിന്റെ വ്യോമാതിർത്തിയിലേക്ക് കടന്നു ചെല്ലാൻ സഹായിക്കുന്ന അതിനൂതന 5ാം തലമുറ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ്. ഇത് ശത്രു റഡാറുകൾക്ക് വിമാനത്തെ കണ്ടെത്താനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കുന്നു.